നമസ്കാരം. ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പ്രയാസമുള്ള വിഷയം ഏതാണെന്ന് ചോദിച്ചാൽ മാത്തമാറ്റിക്സ് എന്നായിരിക്കും ഉത്തരം. എന്നാൽ കണക്കിലെ അതിനൂലാമാലകൾ പിടിച്ച അതിസങ്കീർണമായ വിഷയങ്ങൾ പോലും അനായാസം ചെയ്യാൻ പറ്റുന്ന അത്യപൂർവ ഷോർട്ട് ട്രിക്ക് മെത്തേഡുകളുമായി മാത്തമാറ്റിക്സിലെ പ്രമുഖ അധ്യാപകൻ ശ്രീ വിജയകുമാർ കടന്നു വരുന്നു. അദ്ദേഹത്തിന്റെ വീഡിയോയിലേക്ക്. Hi students, welcome to Trace Trivandrum. I am VIJAYAKUMAR. ഇന്ന് ഞാൻ സീക്വൻസസ് ആൻഡ് സീരീസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ചില പ്രധാനപ്പെട്ട ഷോർട്ട് കട്ട് മെത്തേഡ്സും ട്രിക്സുമാണ് പറയാൻ പോകുന്നത്. In an AP, pth term and qth term തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. എന്നാൽ what will be the nth term? അത് കണ്ടുപിടിക്കാൻ നമ്മൾ ഷോർട്ട് കട്ട് മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡ് ഇതാണ്: pth term into n minus q minus of qth term into n minus p divided by p minus q. ഇതാണ് ഈസി മെത്തേഡ്. For example, in an AP, if third term is 11 and eighth term is 31, what will be the 10th term of AP? നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ n ഏതാണ്, p ഏതാണ്, q ഏതാണ് എന്ന് നോക്കണം. അപ്പോൾ n is നിശ്ചയമായി 10 ആണ്. n is 10. n is equal to 10. p is equal to 3. q is equal to 8. Okay? അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. pth term, that is 11 into n minus q, 10 minus 8, that is 2, minus of qth term is 31 into n minus p, 10 minus 3, that is 7, divided by p minus q, that is 3 minus 8. അപ്പോൾ ഇതിന്റെ സിംപ്ലിഫിക്കേഷൻ ആണ് 11 to 2, 22 minus 31 into 7, 270, divided by 3 minus 8, minus 5. 22 minus 270, that is minus 195, divided by minus 5. മൈനസും മൈനസും ക്യാൻസൽ ചെയ്യുന്നു. 195 by 5 is 39. Therefore answer is 39. Okay? ഇനി നമ്മൾ ജിപിയിലെ ഇതേപോലെയുള്ള ഒരു പ്രോബ്ലം നോക്കുകയാണ്. ജിപി ഇപ്പൊ pth ടേം തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ qth ടേം തന്നിട്ടുണ്ട്. nth ടേം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? nth ടേം കണ്ടുപിടിക്കാൻ ചെയ്യേണ്ടത് tp റൈസ് ടു n minus q by tq raised to n minus p whole raised to 1 by p minus q. ഇതാണ് ഷോർട്ട് കട്ട് മെത്തേഡ്. നമുക്കൊരു എക്സാമ്പിൾ ചെയ്യാം. ഇപ്പോ സപ്പോസ് സെക്കൻഡ് ടേം ഈസ് 6 ആൻഡ് ഫിഫ്ത്ത് ടേം ഈസ് 162. സെക്കൻഡ് ടേം 6, ഫിഫ്ത്ത് ടേം 162. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സിക്സ്ത് ടേം ആണെന്ന് വിചാരിച്ചു. എങ്ങനെ കണ്ടുപിടിക്കും? അപ്പൊ ഇവിടെ നമ്മൾ p q n ഇത് ഏതൊക്കെയെന്ന് മനസ്സിലാക്കണം. p is equal to 2, tp, tq, അപ്പോൾ t5, q is equal to 5. we want t6, അപ്പോൾ n is equal to 6. ഇതിൽ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ t6 is equal to pth term is 6 raised to n minus q, 6 minus 5, 1, by qth term, that is 162, raised to n minus p, 6 minus 2, 4, raised to 1 by p minus q, 1 by 2 minus 5, 1 by 2 minus 5 is minus 3. ഇനി നമ്മൾ ഇത് സിംപ്ലിഫിക്കേഷൻ ആണ്. ഇത് മൈനസ് 1/3 ആണ്. ഇപ്പൊ മൈനസ് 1/3 പ്ലസ് 1/3 ആക്കണമെങ്കിൽ ഇത് തിരിച്ചിട്ടാൽ മതി. 162 റൈസ് ടു 4
by 6 raised to 1 by 3 plus 1 by 3. ഇനി 162 raised to 4 നെ 162 cube into 162 എന്ന് എഴുതാം. 162 raised to 4, 162 cube into 162 by 6 whole raised to 1 by 3. ഈ 162 ഉം 6 ഉം കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ 27. That is 162 cube into 27 is 3 cube raised to 1 by 3. A into B raised to n, A raised to n into B raised to n. ആ ഫോർമുല നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ 162 cube raised to 1 by 3 is 162 into 3 cube raised to 1 by 3 is 3. 162 into 3 is 486. This is the